ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. നിത്യതയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ എനിക്ക് ഒരു ഭയങ്കര ദുഃഖമുണ്ടായി, ഒരു തീവ്ര ദുഃഖമുണ്ടായി. ആ തീവ്ര ദുഃഖമുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തീവ്ര ദുഃഖം മാത്രമല്ല, എന്നിൽ ഭയം സജീവമായിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് ഭയവുമല്ല, അതൊരു പാനിക്കായിട്ട് മാറിയിരിക്കുകയാണല്ലോ എന്നെനിക്ക് മനസ്സിലായി. ഒരു വലിയ സംഘർഷമായിരുന്നു. ആ പാനിക്കിലൂടെ ചില നാളുകൾ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് പിന്നീട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്കൊരു റേഡിയോ ഓൺലൈൻ ആപ്പുണ്ട്. ആ ആപ്പിൽ ജീസസ് റൈൻസ് എന്നുള്ള ഒരു റേഡിയോ ആണ്, ഓൺലൈൻ റേഡിയോ ആണ്. ആ ഓൺലൈൻ റേഡിയോ അത് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ പ്രസംഗം തന്നെയാണ്, തുടർച്ചയായി. അതിൽ തന്നെ മരണ ഭയമായിരുന്നു എന്നെ ഏറ്റവും അധികം ആക്രമിച്ചത്. ഞാൻ 24 hours എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങി. ഉറങ്ങാതിരിക്കുന്ന എല്ലാ സമയത്തും വചനം, എൻ്റെ പ്രസംഗങ്ങൾ, പഴയ പ്രസംഗങ്ങൾ ആവർത്തിച്ച് കേൾക്കുവാൻ തുടങ്ങി. കർത്താവ് എന്നെ പ്രാർത്ഥനയിലും സഹായിച്ചു. രാത്രികാലങ്ങളിൽ ഇരുന്ന് ദീർഘമായി പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ആ പാനിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഭയത്തിലൂടെയോ, ഭയം കൂടി പാനിക്കിലൂടെയോ, വെപ്രാളത്തിലൂടെയോ കടന്നു പോവുകയാണ് എങ്കിൽ ഒരു ആത്മീക സൗഖ്യം കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കണം.